നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം പത്തനാപുരത്ത് ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ജീവനക്കാരനായ യുവാവ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു. പത്തനാപുരം മൗണ്ട് താബൂർ സ്കൂളിലെ പ്യൂൺ മലപ്പുറം പോത്തുകൽ സ്വദേശി 27-കാരനായ ടോണി കെ തോമസ് ആണ് തൂങ്ങി മരിച്ചത്. ടോണി തന്റെ പിതാവിന്റെ മരണത്തോടെയാണ് ഓൺലൈൻ ഗെയിം ചൂതാട്ടത്തിലേക്ക് വഴുതി വീണത്. ആദ്യം 1-2 തവണ 1600 രൂപ വീതം ലഭിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പിതാവ് കുഞ്ഞുമോൻ തോമസ് ജോലി ചെയ്തിരുന്ന പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിൽ 1.5 വർഷം മുൻപാണ് പ്യൂൺ പോസ്റ്റിൽ ടോണിക്ക് നിയമനം ലഭിച്ചത്. ജോലിക്ക് കയറിയെങ്കിലും ഓൺലൈൻ ഗെയിം ഹരമായി കൊണ്ടു നടന്നു. അധ്യാപകരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പണം കടം വാങ്ങി. പലപ്പോഴും ശമ്പളം വാങ്ങി കടം തിരിച്ചു കൊടുത്തു. പിന്നെയും കടം വാങ്ങിയാണ് ഓൺലൈൻ ഗെയിം ചൂതാട്ടത്തിൽ തുടർന്നത്. എന്നും രാവിലെ ടോണിയാണ് സ്കൂൾ തുറന്നിരുന്നത്. എന്നാൽ ഇന്ന് പതിവ് സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചത് കണ്ട് മറ്റു ജീവനക്കാർ ടോണിയെ ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല. ഇതേ തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൗണിലെ ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു. മുറി അകത്തുനിന്ന് പൂട്ടിയതിനാൽ മറ്റൊരു താക്കോൽ ഉടമയിൽ നിന്ന് വാങ്ങി തുറന്നപ്പോൾ മരിച്ച നിലയിൽ ടോണിയെ കണ്ടെത്തുകയായിരുന്നു. 6 മാസം മുമ്പ് വീട്ടുകാർ ഇടപെട്ട് ടോണിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നു. 3 മാസത്തെ അവധിയെടുത്താണ് ടോണിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയത്. ശേഷം നിലമ്പൂരിൽ നിന്നും ടോണി പത്തനാപുരത്തേക്ക് വരുമ്പോൾ സാധാരണ ഫോണാണ് വീട്ടുകാർ വാങ്ങിക്കൊടുത്തു വിട്ടത്. സ്കൂളിൽ ജോലിക്ക് പോകുമ്പോഴും ഇതേ ഫോൺ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് സഹപ്രവർത്തകരും പറയുന്നു. എന്നാൽ ആരും അറിയാതെ ടോണി പത്തനാപുരത്ത് എത്തിയ ശേഷം ഗെയിമിനായി മറ്റൊരു ഫോൺ വാങ്ങി. ടൗണിൽ നെടുമ്പറമ്പ് ജംഗ്ഷനോട് ചേർന്ന് ഒറ്റയ്ക്ക് ഒരു ഫ്ളാറ്റിലാണ് ടോണി താമസം. കഴിഞ്ഞ രാത്രിയിൽ ടോണി താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഉടമയായ ഷാനവാസിൽ നിന്ന് 2000 രൂപ കടം വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്.